എല്ലാവർക്കും നമസ്കാരം. മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. CSIR നെറ്റ് മാത്തമാറ്റിക്സ് എക്സാമിന്റെ റിയൽ അനാലിസിസിൽ 2022 ജൂണിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു 4 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഇത് 3 ക്വസ്റ്റ്യൻസ് പാർട്ട് ബിയിലും അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ പാർട്ട് സിയിലും ആണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നോക്കുക, ഒന്നാമത്തെ ചോദ്യം, for a greater than or equal to 0, define an equal to 1 plus 2 raised to a plus 3 raised to a plus etc plus n raised to a divided by n raised to a plus 1. What is the value of limit n tends to infinity an? Limit n tends to infinity an ന്റെ വാല്യൂ എന്താണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എയിൽ പറയുന്നത് ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്, ഓപ്ഷൻ ബിയിൽ പറയുന്നത് 1 by a square plus 1, ഓപ്ഷൻ സി 1 by a plus 1 ആൻഡ് ഓപ്ഷൻ ഡി 1 by a square plus a plus 1. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണെന്നുള്ളത് നമുക്ക് ഇവിടെ എഴുതി വെക്കാം. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എ എൻ ആണ് അല്ലെ. എ എന്ന് പറഞ്ഞാൽ എന്താ? 1 plus 2 raised to a plus 3 raised to a plus etc plus n raised to a divided by n raised to a plus 1 ആണ്. ഇതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി റിസൾട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോർമാറ്റിലേക്ക് നമുക്ക് ഇതിനെ ഒന്ന് മാറ്റി നോക്കാം. n റേസ് ടു a കോമൺ ഫാക്ടർ ആയിട്ട് പുറത്തേക്ക് എടുത്താൽ ബാക്കി വരുന്നത് എന്താണ്? 1 by n whole raised to a plus 2 by n the whole raised to a plus etc plus n by n the whole raised to a എന്ന് വരും അല്ലെ. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എന്തുണ്ട്? n raised to a plus 1 ഉണ്ട്. ഓക്കെ, ഇവിടെ നമുക്കൊരു n raised to a കട്ട് ചെയ്ത് കളയാം. ഇവിടെ നിന്ന് കട്ട് ചെയ്ത് പോകും, ബാലൻസ് ഇവിടെ ഒരു n വരും അല്ലെ. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് ഇങ്ങനെ എഴുതാം. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 by n ഇൻറ്റു ഇതെന്താ നോക്കിയേ, 1 by n ഹോൾ റേസ് ടു a പ്ലസ് 2 by n ഹോൾ റേസ് ടു a പ്ലസ് എക്സെട്ര n by n ഹോൾ റേസ് ടു a അല്ലെ. നമുക്ക് അതിനൊരു സമ്മേഷൻ കൊടുത്ത് എഴുതാം. സിഗ്മ k ഫ്രം 1 to n. ഓക്കെ, k by n all raised to a. ഓക്കെ, ഇങ്ങനെ നമുക്കൊരു സമ്മേഷൻ കൊടുത്ത് എഴുതാം. അപ്പൊ ഈ ഒരു സീരീസിന്റെ കൺവേർജൻസ് ഒക്കെ റിലേറ്റഡ് ആയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് ചെയ്യാനായിട്ട് നിങ്ങളൊരു റിസൾട്ട് പഠിച്ചു വെക്കുക. ആ റിസൾട്ട് ഇതാണ്, ഇവിടെ ഞാൻ എഴുതി വെക്കാം. റിസൾട്ട് ഇതാണ്. റിസൾട്ട് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 by n sigma f of k from f of n to g of n എന്നിലുള്ള ഒരു ഫംഗ്ഷൻ ആണ്. h of k by n എന്നുള്ള ഒരു ഫംഗ്ഷന്റെ ലിമിറ്റ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ h എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ദിസ് യൂസിങ് ദ ഇന്റഗ്രൽ വാല്യൂ. ഇന്റഗ്രൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി f of n by n, f of n by n, ഇവിടുത്തെ ലോവർ ലിമിറ്റ് f of n by n to g of n by n x raised to അല്ലെങ്കിൽ ഇവിടെ h of x dx എന്ന് എഴുതാം. x raised to h of x dx. ഓക്കെ, can take like this. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഇതിനെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് എഴുതാം. ഈ ഒരു റിസൾട്ട് നിങ്ങൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ഈ റിസൾട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കിട്ടാൻ നോക്കി നോക്കൂ. ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി. ഓക്കെ, പിന്നെ ലിമിറ്റ് എഴുതുന്നുണ്ടല്ലോ, നമുക്ക് ആ ഇന്റഗ്രൽ തന്നെ എഴുതാം അല്ലെ. ലിമിറ്റ് ഞാൻ എഴുതുന്നില്ല, ഇന്റഗ്രൽ തന്നെ എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ f of n എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലോവർ ലിമിറ്റ്, ഈ കെയുടെ ലോവർ വാല്യൂ ഇത് 1 ആണ് അല്ലെ. 1 by n. ഓക്കെ, 1 by n ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ 0 എന്ന് വരും അല്ലെ. ഇനി അപ്പർ ലിമിറ്റ് n ആണ്, അത് n by n വരും. n by n അതിന്റെ വാല്യൂ എന്താണ് വരിക? ലിമിറ്റ് തന്നെയാണ് കേട്ടോ, അത് ലിമിറ്റ് ആണ്. n by n ന്റെ വാല്യൂ 1 എന്ന് വരും. ഓക്കെ, n by n എന്ന് പറഞ്ഞാൽ 1 അല്ലേ വരാം, ലിമിറ്റ് 1. ഇനി ഇവിടുത്തെ ഫംഗ്ഷൻ നോക്കൂ, k by n ഹോൾ റേസ് ടു a ആണ്. അതിനെ നമ്മൾ h of x ആയിട്ടാണ്, k by n x ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ x raised to a dx എന്ന് വരും അല്ലേ. Now this is equal to integrate ചെയ്താൽ x raised to a plus 1 by a plus 1 എന്ന് കിട്ടും to the limit 0 to 1. Therefore this is എന്താണ് വരിക? 1 മാത്രമേ കൊടുക്കേണ്ടുള്ളൂ. 1 by a plus 1 എന്ന് നമുക്ക്
കിട്ടും. അപ്പോൾ ഈ റിസൾട്ട് ഉപയോഗിച്ചാണ് നമ്മൾ ഇതിന്റെ ആൻസർ പറഞ്ഞത്. ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ വരിക. ക്ലിയർ ആണോ? ഒന്നാമത്തെ ചോദ്യമാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 2. ലെറ്റ് an equal to n plus n raised to minus 1. Which of the following is true for the series sigma n from 1 to infinity minus 1 raised to n plus 1 a n plus 1 by n factorial. a n plus 1 by n factorial. ഇത് ഏതുമായിട്ടാണ്, ഇത് ഏതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിക്കുന്നത്. ഇറ്റ് ഡസ് നോട്ട് കൺവേർജ്. ഇറ്റ് കൺവേർജ് ടു ഇ റേസ് ടു മൈനസ് 1 മൈനസ് 1. ഇറ്റ് കൺവേർജ് ടു ഇ റേസ് ടു മൈനസ് 1. ഇറ്റ് കൺവേർജ് ടു ഇ റേസ് ടു മൈനസ് 1 പ്ലസ് 1. ഏതിലേക്കാണ് ഈ ഒരു സീരീസ് കൺവേർജന്റ് ആവുന്നത് എന്നാണ് ചോദ്യം. ഏതിലേക്കാണ് ഈ ഒരു സീരീസ് കൺവേർജന്റ് ആവുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിലെ എ എൻ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ് വരിക? എ എൻ പ്ലസ് 1 എന്ന് പറയുന്നത് എൻ പ്ലസ് 1 പ്ലസ് 1 ബൈ എൻ പ്ലസ് 1 ആണ് അല്ലേ? എൻ പ്ലസ് 1 ബൈ 1 പ്ലസ് എൻ പ്ലസ് 1 ആണ് എൻ പ്ലസ് 1. ഈ ഒരു സീരീസിന്റെ സിഗ്മ നൊട്ടേഷൻ ഒന്ന് എഴുതി നോക്കുക. എൻ ഫ്രം 1 ടു ഇൻഫിനിറ്റി മൈനസ് 1 റേസ് ടു എൻ പ്ലസ് 1 ഇൻറ്റു n plus 1 plus 1 by n plus 1 divided by n factorial ഉണ്ട് അല്ലേ? That is equal to sigma n from 1 to infinity minus 1 raised to n plus 1. ഞാൻ ഈ ഓരോ ടേമിന്റെയും കൂടെ ഡിവൈഡ് ചെയ്യാണ് n ഫാക്ടോറിയൽ. അപ്പോൾ എനിക്ക് കിട്ടുന്ന ടേമുകൾ നോക്കൂ. 1 by n minus 1 ഫാക്ടോറിയൽ അല്ലെ? ഇതിവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ 1 by n minus 1 ഫാക്ടോറിയൽ. n by n ഫാക്ടോറിയൽ എടുത്തു കഴിഞ്ഞാൽ 1 by n minus 1 ഫാക്ടോറിയൽ പ്ലസ് ബാക്കി എന്തുണ്ട്? 1 by n ഫാക്ടോറിയൽ ഉണ്ട്. ഇനി അടുത്തത് ഇവിടെ ഡിവൈഡഡ് ബൈ n പ്ലസ് 1 ആണല്ലോ. അപ്പൊ n ഫാക്ടോറിയൽ n പ്ലസ് 1 എന്ന് പറയുമ്പോൾ n പ്ലസ് 1 ഫാക്ടോറിയൽ ആവും. 1 by n പ്ലസ് 1 ഫാക്ടോറിയൽ കിട്ടും. ഫാക്ടോറിയലിന്റെ നൊട്ടേഷൻ. ഓക്കെ. ഇനി ഒരു കാര്യം നിങ്ങളിവിടെ ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. എക്സ്പാൻഡ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഒന്ന് രണ്ട് റിസൾട്ടുകൾ ഒന്ന് നോക്കി നോക്കാം. നമുക്ക് ഇ റേസ് ടു എക്സിന്റെ എക്സ്പാൻഷൻ ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കണം. ഇ റേസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സ് റേസ് ടു 4 ബൈ 4 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര അങ്ങനെ പോകുന്നതാണ് ഇ റേസ് ടു എക്സ് അല്ലെ? ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1 മൈനസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ മൈനസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സ് റേസ് ടു 4 ബൈ 4 ഫാക്ടോറിയൽ മൈനസ് അങ്ങനെ പോകും എക്സെട്ര. ഇവിടെ എക്സിന് പകരം നമ്മൾ 1 കൊടുത്തിട്ട് ആ ഇ റേസ് ടു മൈനസ് എക്സ്പ്രഷനിൽ നോക്കുക. കാരണം ഇവിടെ ഓൾറെഡി ഇ റേസ് ടു മൈനസ് 1 ആണ് ഓപ്ഷനിലൊക്കെ ഉള്ളത്. അതുകൊണ്ടാണ് ഇ റേസ് ടു മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 1 മൈനസ് 1 പ്ലസ് 1 ബൈ 2 ഫാക്ടോറിയൽ മൈനസ് 1 ബൈ ഇവിടെ 1 കൊടുത്താൽ മതി. ഈ എക്സ്പ്രഷനിൽ 1 കൊടുത്താൽ മതി എക്സിന് പകരം. 1 by 3 ഫാക്ടോറിയൽ പ്ലസ് 1 by 4 ഫാക്ടോറിയൽ മൈനസ് എക്സെട്ര അങ്ങനെ വരും. ശരിയല്ല? ഇതാണ് ഇ റേസ് ടു മൈനസ് 1. ഓക്കെ. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരിക. ഇവിടെ ഉള്ള എക്സ്പ്രഷൻസിന്റെ ലിമിറ്റ് നിങ്ങൾ ഒന്ന് കൊടുക്കാനായിട്ട് ശ്രമിക്കാം. എല്ലാത്തിന്റെയും ഫ്രണ്ടിൽ മൈനസ് 1 റേസ് ടു n പ്ലസ് 1 ഉണ്ട്. അത് ഞാൻ ഓരോ ടേമിന്റെയും കൂടി ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതുവാണേ. അപ്പൊ നോക്കാം, n ഫ്രം 1 ടു ഇൻഫിനിറ്റി ആണ്. അപ്പൊ 1 കൊടുത്തു കഴിഞ്ഞാൽ അത് 2 എന്ന് വരും അല്ലെ? അപ്പൊ ഫസ്റ്റ് ടേം ഇത് എന്തായിട്ട് വരിക? പോസിറ്റീവ് ആയിട്ട് വരിക. അപ്പൊ 1 കൊടുക്കുമ്പോൾ യു വിൽ ഗെറ്റ് 1 ബൈ 0 ഫാക്ടോറിയൽ 1 കിട്ടും. ഇനി n-നെ 2 കൊടുത്തു കഴിഞ്ഞാൽ അത് 3 മൈനസ് ആവും. അപ്പോൾ മൈനസ് 1 ബൈ ഇത് 2 മൈനസ് 1 എന്ന് പറഞ്ഞാൽ അഗെയിൻ 1 ഫാക്ടോറിയൽ തന്നെ വരും അല്ലെ? 2 മൈനസ് 1 ഇസ് 1 ഫാക്ടോറിയൽ. പ്ലസ് അടുത്തത് പോസിറ്റീവ് ആയിട്ട് വരും. 1 ബൈ 2 ഫാക്ടോറിയൽ മൈനസ് 1 ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് 1 ബൈ 4 ഫാക്ടോറിയൽ ഇങ്ങനെ വരും എല്ലാ ടേമുകളും. ശരിയല്ലേ? പ്ലസ് അടുത്ത ടേം നോക്കുക. 1 ബൈ n ഫാക്ടോറിയൽ ആണ്, അത് 1 ബൈ 1 മൈനസ് 1 ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് 1 ബൈ 3 ഫാക്ടോറിയൽ മൈനസ് 1 ബൈ 4 ഫാക്ടോറിയൽ പ്ലസ് 1 ബൈ 5 ഫാക്ടോറിയൽ എക്സെട്ര അങ്ങനെ പോകും ഈ ടേം. അപ്പോൾ ഇത് രണ്ടും കഴിഞ്ഞു. ഇനി ഈ ഒരു ടേം കൂടെ എന്താണ് വരിക? മൈനസ് 1 റേസ് ടു n പ്ലസ് 1 ആണ്. ഇവിടെ n പ്ലസ് 1 ഫാക്ടോറിയൽ ആണ് ഉള്ളത്. അപ്പോൾ 1 കൊടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഇത് 1 ബൈ 2 ഫാക്ടോറിയൽ വരും അല്ലേ? മൈനസ് 1 ബൈ 3 ഫാക്ടോറിയൽ മൈനസ് പ്ലസ് 1 ബൈ 4 ഫാക്ടോറിയൽ മൈനസ് 1 ബൈ
5 ഫാക്ടോറിയൽ എക്സെട്ര അങ്ങനെ പോകും. ഓക്കെ, ഇത്രയും ടേമുകൾ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഓരോന്നോരോന്നായിട്ട് ഇങ്ങോട്ട് നോക്കാം നമ്മൾ. ഇതെന്താണ് 1 മൈനസ് 1 പ്ലസ് 1/2 ഫാക്ടോറിയൽ മൈനസ് 1/3 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് ഏതാണ്? ഇ റേസ് ടു മൈനസ് 1 ആണ് അല്ലെ. അപ്പൊ ഈ എക്സ്പ്രഷൻ മൊത്തമായിട്ട് ഇ റേസ് ടു മൈനസ് 1 നമുക്ക് എഴുതാം. പിന്നെ പ്ലസ് ഇതെന്താണ്? ഒരു 1 മൈനസ് 1/2 1 മൈനസ് 1/2 അല്ലെ. ഇതിൽ നിന്ന് നമുക്ക് ഇ റേസ് ടു മൈനസ് 1 മൈനസ് 1 എന്ന് എഴുതിയിട്ട് ഇതിൽ എന്ത് മൈനസ് എടുക്കേണ്ടി വരും? ഒരു ഔട്ട് സൈഡ് മൈനസ് ഔട്ട് സൈഡ് എടുക്കേണ്ടി വരും അല്ലെ. മൈനസ് ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ 1/2 ഫാക്ടോറിയൽ or 1 minus 1/2 factorial plus 1/3 factorial minus 1/4 factorial plus etc. അങ്ങനെ കിട്ടും. അപ്പോൾ ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ മൈനസിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 1 മൈനസ് ഇ റേസ് ടു മൈനസ് 1 വരും. അതാണ് 1 മൈനസ് 1/2 പ്ലസ് 1/3 ഫാക്ടോറിയൽ മൈനസ് 1/4 ഫാക്ടോറിയൽ എക്സെട്ര ആട്ടോ. അപ്പൊ ഈ ഒരു എക്സ്പ്രഷനെ ഇതിനെ മൊത്തമായിട്ട് മൈനസ് അങ്ങോട്ട് കൊണ്ടുപോയിട്ടുള്ള എക്സ്പ്രഷൻ നമുക്ക് എന്താ എഴുതാം? 1 മൈനസ് ഇ റേസ് ടു 1 മൈനസ് ഇ റേസ് ടു മൈനസ് 1 എന്ന് എഴുതാം. അപ്പൊ ഈ രണ്ട് ടേമുകൾ കഴിഞ്ഞു, ഇതും കഴിഞ്ഞു ഇതും കഴിഞ്ഞു. ഓക്കെ, അടുത്ത ടേം നോക്കിക്കോളൂ. 1/2 ഫാക്ടോറിയൽ മൈനസ് 1/3 ഫാക്ടോറിയൽ. ഈ ഒരു മൈനസ് വൺ മൈനസ് വൺ മൈനസ് വൺ മൈനസ് വൺ എന്ന് പറഞ്ഞാൽ എന്താ? 0. അതവിടെ ഇല്ല അല്ലെ. അപ്പൊ ഇതെന്താ ശരിക്കും ആക്ച്വലി ഇത്രയും ഭാഗം എന്താണ്? ഇ റേസ് ടു മൈനസ് 1 ആണ് വരിക. അപ്പൊ പ്ലസ് ഇ റേസ് ടു മൈനസ് 1 പ്ലസ് ഇ റേസ് ടു മൈനസ് 1 വരും. ശരിയല്ലേ? അപ്പൊ നോക്കിയാൽ നിങ്ങൾക്ക് ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് കളയാം. പിന്നെ ആൻസർ വരുന്നത് ഇ റേസ് ടു മൈനസ് 1 പ്ലസ് 1 എന്നായിരിക്കും. e raised to minus 1 plus 1. It converges to e raised to minus 1 plus 1. ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ വരിക. ശരിയല്ലേ? ഓക്കെ, അടുത്തത് മൂന്നാമത്തെ ചോദ്യം. Suppose an and bn be two bounded sequences of real numbers. Which of the following is true? an bn എന്ന് പറയുന്ന രണ്ട് ബൗണ്ടഡ് സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. Okay, an and bn are two bounded sequence of real numbers. Then ഈ താഴെ പറയുന്നതിൽ ഏതാണ് ട്രൂ എന്നാണ് ചോദിക്കുന്നത്. ലിമിറ്റ് സുപ്രീമം an plus minus 1 raised to n bn equal to limit supremum an plus modulus of limit supremum bn. And option B യിൽ പറയുന്നത് limit supremum an plus minus 1 raised to n bn is less than or equal to limit supremum an plus limit supremum bn. ഓപ്ഷൻ സിയിൽ പറയുന്നത് ലിമിറ്റ് സുപ്രീമം an പ്ലസ് മൈനസ് 1 റേസ് ടു n bn ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് സുപ്രീമം an പ്ലസ് മോഡുലസ് ഓഫ് ലിമിറ്റ് സുപ്രീമം bn പ്ലസ് മോഡുലസ് ഓഫ് ലിമിറ്റ് ഇൻഫിമം bn. ആൻഡ് ഓപ്ഷൻ ഡിയിൽ പറയുന്നത് ലിമിറ്റ് സുപ്രീമം an പ്ലസ് മൈനസ് 1 റേസ് ടു n bn മേ നോട്ട് എക്സിസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ ഒരു ലിമിറ്റ് സുപ്രീമത്തിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യാൻ നോക്കുമ്പോൾ അതിനകത്തൊരു എക്സാമ്പിൾസ് നമുക്ക് എടുത്തിട്ട് നോക്കിയാൽ മതി. ഏതെങ്കിലും ബൗണ്ടഡ് ആയിട്ടുള്ള രണ്ട് സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് നിങ്ങൾ നോക്കാം. ആൻഡ് ഫസ്റ്റ് റിസൾട്ട് തേർഡ് റിസൾട്ടിലൊക്കെ ഇവിടെ മോഡുലസ് വരുന്നുണ്ട് അല്ലെ ഈ ബി എന്നിന്റെ കേസിൽ. അപ്പൊ ഒരു മൈനസ് വരുന്ന ടേം എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. അപ്പൊ രണ്ട് സീക്വൻസസ് നമുക്ക് സെലക്ട് ചെയ്യണം. നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു സീക്വൻസ് ഇങ്ങനെയാണ് വിചാരിക്കും. an is equal to minus 1 raised to n. ഓക്കെ, ബി എൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചൂസ് ചെയ്യുന്നത് ഒരു കാര്യം ചെയ്യാം. നമുക്ക് എനെ 1 ആയിട്ട് ചൂസ് ചെയ്യാം. എനെ സീക്വൻസ് 1 ആയിട്ട് ചൂസ് ചെയ്യാം. an is sequence 1. അപ്പോൾ സീക്വൻസ് 1 എന്ന് പറഞ്ഞാൽ ഇവിടെ സീക്വൻസ് 1 എന്ന് പറഞ്ഞാൽ 1 1 1 എന്ന് പറഞ്ഞ ടേമുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇറ്റ്സ് എ ബൗണ്ടഡ് സീക്വൻസ് അല്ലെ. കോൺസ്റ്റന്റ് സീക്വൻസ് ആണ്, ബൗണ്ടഡ് സീക്വൻസ് ആണ്. ഇതിന്റെ ലിമിറ്റ് സുപ്രീമം എന്താണ് വരിക? ലിമിറ്റ് സുപ്രീമം ഓഫ് ദിസ് സീക്വൻസസ് സീക്വൻസ് an is 1 എന്ന് വരും. ശരിയല്ലേ? ഇനി അടുത്ത് നോക്കുക. ബി എന്ന് പറഞ്ഞൊരു സീക്വൻസ് നമുക്ക് ചൂസ് ചെയ്യാം. വി വിൽ ചൂസ് ഇറ്റ് ആസ് മൈനസ് 1 എന്ന് പറഞ്ഞ സീക്വൻസ് ആയിട്ട് ചൂസ് ചെയ്തിരിക്കും. അപ്പൊ ഇതിൽ കിട്ടുന്നത് മൈനസ് 1 മൈനസ് 1 മൈനസ് 1 കോൺസ്റ്റന്റ് സീക്വൻസ് ആണ്. ലിമിറ്റ് സുപ്രീമം an എന്ന് പറയുന്നത് ബി എൻ എന്ന് പറയുന്നത് എന്താണ്? മൈനസ് 1 ആണ് അല്ലെ. ലിമിറ്റ് സുപ്രീമം ബി എന്ന് പറയുന്നത് മൈനസ് 1 ആണ്. പക്ഷെ നമുക്ക് ഇവിടെ വേണ്ടത് an പ്ലസ് മൈനസ് 1 റേസ് ടു n bn ആണ്. അതെന്താ നോക്കിയേ. മൈനസ് മൈനസ് 1 റേസ് ടു n bn എന്ന് പറഞ്ഞാൽ എന്ത് വരും? എന്താ സംഭവിക്കുക? ഇത് ഓൾട്ടർനേറ്റീവ് ആയിട്ട് സൈൻ മാറും അല്ലെ. ഇതിന്റെ സൈൻ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മാറും. അപ്പോൾ n 1 കൊടുക്കുമ്പോൾ യു വിൽ ഗെറ്റ് മൈനസ് മൈനസ് 1. അപ്പോൾ അത് പ്ലസ് 1 ആവും. n-ന് 2 കൊടുത്താൽ അത് മൈനസ് 1 റേസ് ടു 2 എന്ന് പറയുമ്പോൾ അത് 1 തന്നെ വരും. അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ സൈൻ? അതാണ് എടുക്കുക. മൈനസ് 1 ആണ് ബി എന്നിന്റെ സൈൻ. പിന്നെ വരുന്നത് 1, പിന്നെ മൈനസ് 1 എക്സെട്ര അങ്ങനെ പോകും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ an പ്ലസ് ബി എന്ന് പറഞ്ഞ ഈ ഒരു സീക്വൻസ് an പ്ലസ് മൈനസ് 1 റേസ് ടു n bn എന്ന് പറഞ്ഞ സീക്വൻസ് എന്തായിരിക്കും വരിക?
ഇത് രണ്ടും കൂടെ നിങ്ങൾ ആഡ് ചെയ്യണം. ഈ എ എന്ന് പറഞ്ഞ സീക്വൻസും -1 എ എന്ന് പറഞ്ഞ സീക്വൻസും നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 0 2 0 എക്സെട്ര അങ്ങനെയല്ലേ കിട്ടുക. അപ്പോൾ ഇതിന്റെ ലിമിറ്റ് സുപ്രീമം എന്താണ്? ലിമിറ്റ് സുപ്രീമം ഓഫ് ദിസ് വൺ an പ്ലസ് -1 bn എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 2 എന്നാണ് കിട്ടുക അല്ലേ? അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇൻഇക്വാലിറ്റിയിൽ ഒന്ന് അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷനകത്തൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി എന്താണ് വരിക നോക്കി. ഇവിടെ ഇതിന്റെ വാല്യൂ നമുക്ക് 2 എന്നാണ് കിട്ടിയിട്ടുള്ളത്. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു എന്ന് പറയാൻ പറ്റും നമുക്ക്. ഓക്കെ, അതിന്റെ കേസ് അവിടെ നിൽക്കട്ടെ. അതിൽ ചിലപ്പോൾ ഒരു മോഡുലസ് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഇത് 1+1 എന്ന് എഴുതേണ്ടി വരും അല്ലേ? നമ്മൾ 1+1 എന്ന് എഴുതേണ്ടി വരും. കാരണം ഇത് മോഡുലസ് എടുത്തിട്ടാണ്. ഇത് -1 ആണ് പറയുന്നത്, മോഡുലസ് എടുത്തിട്ട്. അതിൽ വേറെ ഏതെങ്കിലും എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ നമുക്ക്? ലിമിറ്റ് സുപ്രീമം an പ്ലസ് -1 bn മെ നോട്ട് എക്സിസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അത് എലിമിനേറ്റ് ചെയ്യാം അല്ലേ? അങ്ങനെ ഒരു പോസിബിലിറ്റി അവിടെ ഇല്ല. അപ്പോൾ ഈ ഒരു സീക്വൻസ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റില്ല അല്ലേ? ഇങ്ങനെ എഴുതാം, ഡയറക്റ്റ് ആയിട്ട് എഴുതാം. ഓക്കെ, ഇനി ഏത് ഇല്ല എന്ന് നമുക്ക് പറയാം. ഇതേപോലെ തന്നെ 2 is less than or equal to 0 എന്ന് എഴുതേണ്ടി വരും. ഇവിടെ നോക്കിയേ, ഈ ഒരു സെക്കൻഡ് ഓപ്ഷനും ഇവിടെ തെറ്റാന്ന് പറയാലോ നമുക്ക്. സെക്കൻഡ് ഓപ്ഷനിൽ എന്താ വരുന്നത് നോക്ക്. ഇവിടെ നമുക്ക് കിട്ടുക 2 എന്നാണ്. ആൻഡ് ഇതിൽ കിട്ടുന്നത് ലിമിറ്റ് സുപ്രീമം a എന്ന് പറഞ്ഞാൽ 1 ആണ്, ലിമിറ്റ് സുപ്രീമം b എന്ന് പറഞ്ഞാൽ -1 ആണ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 0 അല്ലെ? അപ്പൊ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് എഴുതും. അതും തെറ്റാണ്. ഓക്കെ, പക്ഷെ ഇവിടെ ഒരു ചെറിയ കുഴപ്പമുണ്ട്. ഇവിടെ മോഡുലസ് ഉള്ളതുകൊണ്ട് ഇത് 1ഉം ഇത് +1 വരും. അപ്പൊ ഇത് ഈക്വൽ ആയിട്ട് നമുക്ക് എഴുതേണ്ടി വരും. പക്ഷെ ഒന്നും കൂടെ നമുക്ക് ചെക്ക് ചെയ്യാം വേറെ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ വെച്ചിട്ട്. മോഡുലസ് ഇവിടെ മൈനസ് ഉള്ളതുകൊണ്ടാണ്, ആ മോഡുലസിന്റെ വാല്യൂവിനാണ് നമ്മൾ മൈനസ് കൊടുത്തത്. ഇപ്പുറത്ത് മൈനസ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക നമുക്ക് ജസ്റ്റ് നോക്കണ്ടേ. അപ്പൊ അതൊന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒന്നും കൂടെ ഒരു എക്സാമ്പിളും കൂടെ എടുത്തു. ഇപ്പോൾ an bn നമ്മൾ ചൂസ് ചെയ്തപ്പോൾ 2 എണ്ണം നമുക്ക് തെറ്റാന്ന് കിട്ടി. ഇനി അതുപോലെ എയും ബിയും കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് മോഡുലസ് എടുക്കുന്നത് ഒന്ന് മാറ്റി നോക്കാം. അപ്പോൾ an നമുക്ക് മൈനസ് കൊടുക്കാം. ഓക്കെ, an മൊത്തത്തിൽ മൈനസ് കൊടുക്കാം. നേരത്തെ എടുത്ത പോലെ an is equal to -1. ദാറ്റ് ഈസ് അത് -1 വരും. ആൻഡ് bn എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് എടുത്ത് നോക്കാം? 1 ആയിട്ട് എടുത്ത് നോക്കാം. bn is 1 ആയിട്ട് എടുത്ത് നോക്കാം. അപ്പോൾ 1 സീക്വൻസ് ഉണ്ട്. അപ്പോൾ എന്ത് വരും? ഇത് 1 1 1 1 വരും. അപ്പോൾ an പ്ലസ് മൈനസ്. ഓക്കെ, ഒരു കാര്യം ചെയ്യാം. ഇതിനകത്ത് ലിമിറ്റ് സുപ്രീമം നമുക്ക് എഴുതാലോ. സോറി, ലിമിറ്റ് സുപ്രീമം എഴുതാലോ. an ലിമിറ്റ് സുപ്രീമം എന്താ വരിക? ലിമിറ്റ് സുപ്രീമം an എന്ന് പറയുന്നത് -1 ആണ്. ലിമിറ്റ് സുപ്രീമം bn എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, ദെൻ ഇവിടെ നമുക്ക് -1n bn എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരിക? -1 1 -1 1 -1 1 എന്ന് വരും അല്ലേ? ശരിയല്ലേ? -1 മൾട്ടിപ്ലൈ ചെയ്തിട്ട് വരുന്ന പോലെ. ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. an പ്ലസ് -1n bn എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് കിട്ടുക? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് -2 0 -2 0 -2 എക്സെട്ര എന്ന് കിട്ടും. അപ്പോൾ ലിമിറ്റ് സുപ്രീമം ഓഫ് an പ്ലസ് -1n bn എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമുക്ക് കിട്ടുക? 0 ആണ് കിട്ടുക അല്ലെ? ഇവിടെ 0 ആണ് കിട്ടുക. ആൻഡ് വാട്ട് അബൌട്ട് ദ ലിമിറ്റ് സുപ്രീമം ഓഫ് ദിസ് ടു ടേംസ്? ഇത് നമ്മൾ സം ചെയ്തിട്ട് എടുക്കുകയല്ലേ വേണ്ട? ലിമിറ്റ് സുപ്രീമം ഓഫ് an പ്ലസ് മോഡ്ലെസ് ലിമിറ്റ് സുപ്രീമം ഓഫ് bn എന്തായിരിക്കും കിട്ടുക? ഇത് -1, ഇത് +1 തന്നെ അല്ലെ? യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 0 എന്ന് കിട്ടും അല്ലെ? ഇത് കിട്ടും 0 എന്ന് വരും. അത് ചെറിയൊരു കുഴപ്പമുണ്ട് അല്ലേ? ഇതിനകത്ത് എന്താ സംഭവിക്കുക? ഇത് 0 എന്ന് വരും. ഒരു മിനിറ്റ്, നെഗറ്റീവിന് മോഡുലസ് വന്നാലും ഈ കേസിൽ ഇവിടെ 0 എന്ന് തന്നെയാണ് വരുന്നത്. ഒറ്റ സെക്കൻഡ് ഞാൻ ഒന്ന് നോക്കട്ടെ. ഇത് -1 +1 എന്ന് പറയുമ്പോൾ ഇത് യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 0 എന്ന് വരും. ആൻഡ് ഇതും ഇവിടെ 0 ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ എയും ശരിയാണെന്ന് നമുക്ക് പറയേണ്ടി വരും അല്ലേ? ഇല്ല, ഓപ്ഷൻ എ ശരിയല്ല. എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ടാവും. ഞാൻ എടുത്ത എക്സാമ്പിളിനകത്ത് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാവും. ആൻസർ കീ വന്നതിലും ഓപ്ഷൻ എ ശരിയല്ല, ഓപ്ഷൻ സി ആയിരുന്നു കറക്റ്റായിട്ട് വന്നിട്ടുള്ളത്. ആൻഡ് ഇവിടെ എക്സാമ്പിൾ എടുക്കുന്നതിലുള്ള കുഴപ്പമാണ്. ചെറുതായിട്ട് നമ്മൾ ഓക്കെ
-1 less than or equal to. Okay, ഒരു ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഇവിടെ നമ്മൾ ചൂസ് ചെയ്യുന്ന എക്സാമ്പിളിനകത്ത് ഒരു ചെറിയ പ്രോബ്ലം വരുന്നുണ്ട്. ചെക്ക് ചെയ്യാം, ഞാൻ ചെക്ക് ചെയ്യട്ടെ എന്നിട്ട് ഞാൻ പറയാം. ഇവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചൂസ് ചെയ്യേണ്ട സീക്വൻസ് എന്ന് പറയുന്നത്, ഓക്കെ, വിൽ സെലക്ട് ഇറ്റ് ലൈക്ക് ദിസ്. നമുക്ക് ഇങ്ങനെ ചൂസ് ചെയ്താലോ? എ എന്നിന് പകരം നമ്മൾ 0 എന്ന സീക്വൻസ് എടുത്ത് നോക്കിയാലോ? എ എൻ ഇസ് കംപ്ലീറ്റ്ലി 0. എ എൻ കംപ്ലീറ്റ്ലി 0 എടുത്തോളൂ. എ എൻ 0, സീക്വൻസ് 0. അപ്പോൾ ഇത് മൊത്തമായിട്ട് എന്ത് വരും? 0 0 0 എന്ന് വരും. ലിമിറ്റ് സുപ്രീമം ഓഫ് എ എൻ എന്ന് പറഞ്ഞാൽ എന്താണ് വരിക? 0 എന്ന് എഴുതാം നമുക്ക്, അല്ലെ? ലിമിറ്റ് സുപ്രീമം എ എൻ എസ് 0 എന്ന് എഴുതാം. ലിമിറ്റ് സുപ്രീമം എ എൻ എസ് 0. ആൻഡ് ബി എൻ നമ്മൾ ചൂസ് ചെയ്യുന്നത് 1 -1 1 -1 1 -1 എന്ന് പറഞ്ഞ സീക്വൻസ് ആയിട്ട് ചൂസ് ചെയ്യാം. ഓക്കെ, -1 raised to n ആയിട്ട് ചൂസ് ചെയ്യാം. -1 raised to n ആയിട്ട് ചൂസ് ചെയ്യാം. -1 raised to n plus 1 ആയിട്ട് ചൂസ് ചെയ്തോളൂ. അപ്പോൾ 1 -1 1 -1 എന്ന് വരും. അതിന്റെ ലിമിറ്റ് സുപ്രീമം എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ് വരും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 0 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഈ രണ്ട് സീക്വൻസിന്റെയും ഇത് ആഡ് ചെയ്യുമ്പോൾ. ഇനി ഈ -1 raised to n plus 1 ന്റെ കൂടെ ഒരു -1 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്താണ് വരിക? ദിസ് ബിക്കംസ്, ഇത് എന്തായിട്ട് മാറും? ഇതിന് മൈനസ് വരും, അല്ലേ? ഇത് ഈ മൈനസ്, ഇതിപ്പോൾ മൈനസ് ആണ് വരുന്നത്. അപ്പോൾ ഇത് മൈനസ് വരും. ഇത് +1 -1 +1. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഇത് 0 ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. 0 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 0 ആണ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത് നമ്മൾ. അപ്പോൾ എന്താണ് നമുക്ക് കിട്ടുക? നമുക്ക് കിട്ടുന്ന ഈ വാല്യൂ തന്നെ ആയിരിക്കും. -1 1 -1 1 എക്സെട്ര അങ്ങനെ പോകും. അപ്പോൾ ഇതിന്റെ രണ്ടിന്റെ ഇവിടെ സുപ്രീമം എന്ന് പറയുന്നത് എന്താണ് വരിക? ഇതിന്റെ രണ്ടിന്റെ ഇവിടെ സുപ്രീമമായിട്ട് നമുക്ക് എന്താണ് കിട്ടുക? നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഒരു ചെറിയ ഒരു മോഡിഫിക്കേഷൻ കൂടെ ഞാൻ വരുത്തട്ടെ. ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. ഒറ്റ മിനിറ്റ്. ദാറ്റ് ഈസ് ഇവിടെ -1 raised to n ഇൻറ്റു ഇതെന്താണ്? ആക്ച്വലി -1 raised to n plus 1 ആണ്, അല്ലേ? ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈ ടേമിനെയാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ എഴുതാൻ പറ്റും, നോക്കി നോക്കൂ. എങ്ങനെ എഴുതാൻ പറ്റും? ദിസ് ഇസ് -1 raised to 2n plus 1 എന്ന് എഴുതാം, അല്ലേ? -1 raised to 2n plus 1. ആ എൻ്റെ വാല്യൂസ് n plus 1 ആണ് എഴുതാൻ പറ്റുക. -1 raised to 2n plus 1 എന്ന് പറഞ്ഞാൽ ഇത് ഈ ഓഡ് നമ്പേഴ്സ് ആണ്, അല്ലേ? -1 -1 -1 -1 എന്നല്ലേ കിട്ടുക? ഈ പവർ മൊത്തം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ മൈനസ് ആ കിട്ടുക. അപ്പോൾ നിങ്ങൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ലിമിറ്റ് സുപ്രീമം ഓഫ് an പ്ലസ് -1 raised to n bn എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ -1 -1 -1 ആണ് കിട്ടുക. അപ്പോൾ ഇതിന്റെ ലിമിറ്റ് സുപ്രീമം എന്ന് പറയുന്നത് എന്താണ്? -1 ആണ്. ഓക്കെ, ലിമിറ്റ് സുപ്രീമം ഇസ് -1. അപ്പോൾ നിങ്ങൾ നോക്കി നോക്കൂ. നേരത്തെ നമ്മൾ എഴുതിയ ആ ഇൻഇക്വാലിറ്റി ഉപയോഗിച്ച് ഇത് ഉപയോഗിച്ച് നമുക്ക് എന്ത് പറയേണ്ടി വരും? -1 ഇസ് ഈക്വൽ ടു 1 എന്ന് പറയേണ്ടി വരും, അല്ലേ? -1 ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് 1 അല്ലേ കിട്ടിയത്? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയത് 1 ആണ്. അപ്പോൾ 1 എന്ന് പറയുന്നത് ദേ ആർ നോട്ട് ഈക്വൽ. അതുകൊണ്ട് ഈ ഓപ്ഷനും തെറ്റാണ്. ഓപ്ഷൻ ബിയും തെറ്റാണ്. ഇനി വാട്ട് അബൌട്ട് ദിസ്? ഇതേ എക്സാമ്പിളിൽ തന്നെ നമുക്ക് ഇപ്പോൾ ഈ സൈഡ് എന്ത് കിട്ടിയിട്ടുണ്ട്? -1 കിട്ടിയിട്ടുണ്ട്, അല്ലെ? ഒരു സൈഡ് -1 കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇപ്പോഴത്തെ സൈഡിൽ നമുക്ക് എന്തൊക്കെ വേണം? an ലിമിറ്റ് സുപ്രീമം an വേണം, മോഡുലസ് ലിമിറ്റ് സുപ്രീമം bn വേണം, ഇനി ലിമിറ്റ് ഇൻഫിമം bnന്റെ മോഡുലസും കൂടെ വേണം. ഓക്കെ, അപ്പോൾ ഇവിടെ ലിമിറ്റ് സുപ്രീമം an bn അത് നമുക്ക് ഇവിടെ 1 എന്ന് കിട്ടിയിട്ടുണ്ട്. ആഡ് ചെയ്തപ്പോൾ 1 കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന്റെ കൂടെ എന്തുകൂടെ ആഡ് ചെയ്യണം? നമ്മൾ ലിമിറ്റ് ഇൻഫിമം bn കൂടെ ആഡ് ചെയ്യണം. ലിമിറ്റ് ഇൻഫിമം bn എന്ന് പറഞ്ഞാൽ എന്താ? -1 -1 ആണ്. അപ്പോൾ അതിന്റെ ലിമിറ്റ് ഇൻഫിമം എന്താണ്? -1 തന്നെയാണ് വരുന്നത്. ഇനി അതിന്റെ മോഡുലസ് ആണ് നമ്മൾ ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്നത്. മോഡുലസ് ആഡ് ചെയ്യാന്ന് വെച്ചാൽ ഇതിന്റെ മോഡുലസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് വരും, അല്ലെ? അപ്പോൾ നമ്മൾ ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്ന -1. ഇനി ഇപ്പുറത്ത് വരുന്നത് ലിമിറ്റ് സുപ്രീമം an അത് 0 ആണ്. മോഡുലസ് ഓഫ് ലിമിറ്റ് സുപ്രീമം bn അത് 1 എന്ന് വരും. മോഡുലസ് ഓഫ് ലിമിറ്റ് ഇൻഫിമം bn വരും, അതും 1 എന്ന് വരും, അല്ലെ? ദർഫോർ -1 ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്നാണ് നമുക്ക് എഴുതാൻ പറ്റുക, അല്ലെ? -1 ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. നോക്കിയേ, ഓപ്ഷൻ ഇതിൽ സിയിൽ ശരിയാവുന്നുണ്ട്. -1 ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്നാണ് വരിക. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ വരിക. നിങ്ങൾ എടുക്കുന്ന എക്സാമ്പിൾസിനനുസരിച്ച് ഇത് മോഡിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കും കേട്ടോ.
നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരുപാട് എക്സാമ്പിൾസ് എടുത്ത് നമ്മൾ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ദെൻ നാലാമത്തെ ക്വസ്റ്റൻ ആണ്, ഇത് പാർട്ട് സിയിലെ ക്വസ്റ്റൻ ആണ്, ഒന്നിൽ കൂടുതൽ ആൻസേഴ്സ് കറക്റ്റ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റൻ ആണ്. വിച്ച് ഓഫ് ദ ഗിവൺ സീക്വൻസസ് സാറ്റിസ്ഫൈ ദ ഫോളോയിങ് ഐഡന്റിറ്റി? താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ് ഈ ഫോളോയിങ് ഐഡന്റിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്ന സീക്വൻസസ് ഏതാണെന്നാണ് ചോദ്യം. ലിമിറ്റ് സുപ്രീമം n ടെൻസ് ടു ഇൻഫിനിറ്റി an is equal to മൈനസ് ലിമിറ്റ് ഇൻഫിമം n ടെൻസ് ടു ഇൻഫിനിറ്റി an. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന, ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ നോക്കൂ, an is 1/n അല്ലെ, 1/n ആണ്. അതായത് an ടെൻസ് ടു അതായത് 1/n, an is 1/n ടെൻസ് ടു എന്താ വരിക, 0 എന്നാണ് വരിക അല്ലെ. 1/n ടെൻസ് ടു 0 എന്നാണ് വരിക. 0ലേക്ക് ഈ സീരീസ് കൺവേർജ് ചെയ്യും, സീക്വൻസ് കൺവേർജ് ചെയ്യും. ഈ സീക്വൻസ് കൺവേർജ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ലിമിറ്റ് സുപ്രീമം ഈസ് ഈക്വൽ ടു 0 വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഇൻഫിമം എന്ന് പറയാം അല്ലെ. അപ്പൊ ഇതിനകത്ത് ഒരു മൈനസ് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, കാരണം 0 അല്ലേ. അപ്പൊ ഈ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഈ ഒരു സീക്വൻസ് എന്ത് സാറ്റിസ്ഫൈ ചെയ്യും, ഫസ്റ്റ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, ദെൻ സെക്കൻഡ് ഓപ്ഷൻസ് നോക്കാം. സെക്കൻഡ് ഓപ്ഷൻ ബി ആണ്. അത് മൈനസ് എ എന്ന് പറയുന്നത് -1/n ഇൻറ്റു 1 ഇൻറ്റു 1 + 1/n ആണ്. ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് രണ്ടാക്കി എഴുതാം. ഇത് 1 + 1/n ആവും, അതുപോലെ തന്നെ -1 + 1/n ആവും ഇഫ് n is ഈവൻ അല്ലെ, ഇഫ് n is odd. ശരിയല്ലേ? ഇങ്ങനെ രണ്ടായിട്ട് നിങ്ങൾക്ക് ഇത് മാറ്റാം. ശരിയാണ്? അങ്ങനെയാണെങ്കിൽ ഈ 1 + 1/n എന്ന് പറയുന്ന സീക്വൻസ്, ഈവൻ നമ്പേഴ്സ് വരുന്ന സീക്വൻസ് കൺവേർജ് ചെയ്യുന്ന ഇതിലേക്കാണ്. ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n ടെൻസ് ടു 0, ദിസ് കൺവേർജസ് ടു 1. അതുപോലെ തന്നെ -1 + 1/n എന്ന് പറയുന്നത് ഏതിലേക്കാണ് കൺവേർജ് ചെയ്യുക, -1ലേക്കാണ് കൺവേർജ് ചെയ്യുക. ശരിയല്ലേ? അപ്പൊ നോക്കൂ, ഇതിന്റെ ലിമിറ്റ് സുപ്രീമം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ലിമിറ്റ് സുപ്രീമം a എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, ലിമിറ്റ് സുപ്രീമം an is 1, ലിമിറ്റ് സുപ്രീമം an is 1 എന്ന് കിട്ടും. അതുപോലെ തന്നെ ലിമിറ്റ് ഇൻഫിമം a എന്ന് പറയുന്നത് എന്തായിരിക്കും, ലോവർ ലിമിറ്റുകളുടെ കളക്ഷൻ എന്തായിരിക്കും വരിക, -1 ആയിരിക്കും വരിക. നോക്കി നോക്കി, അപ്പൊ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ഇല്ലേ, ലിമിറ്റ് സുപ്രീമം എന്ന് പറയുന്നത് 1 ആണ്, വിച്ച് ഇസ് സെയിം ആസ് മൈനസ് ഓഫ് ലിമിറ്റ് ഇൻഫിമം an അല്ലെ. ലിമിറ്റ് സുപ്രീമം a എന്ന് പറഞ്ഞാൽ 1 ആണ്, ലിമിറ്റ് ഇൻഫിമം a എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പൊ മൈനസ് ഫ്രണ്ടിൽ ഇട്ടാൽ -1 എന്ന് പറഞ്ഞാൽ എന്ത് വരും, +1 വരും. ഈക്വൽ ആവും അല്ലെ. അപ്പൊ ഇതും അത് സാറ്റിസ്ഫൈ ചെയ്യും, ഈ ഇക്വേഷനും അത് സാറ്റിസ്ഫൈ ചെയ്യും. ഇനി അടുത്ത കേസ് നോക്കാം, ഓപ്ഷൻ സിന്റെ കാര്യത്തിൽ നോക്കാം. ഓപ്ഷൻ സി എന്ന് പറയുന്നത് an ഈക്വൽ ടു 1 + -1/n /n ആണ്. ഇതിനെ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. എങ്ങനെ എഴുതാൻ പറ്റും രണ്ടായിട്ട്? ഇതിനെ നമുക്ക് 1 + 1/n ആക്കിയിട്ട് എഴുതാം ഇഫ് n is ഈവൻ. n ഈവൻ ആകുമ്പോൾ ഇങ്ങനെ വരും. 1 - 1/n ആവും ഇഫ് n is odd അല്ലെ. അപ്പോ 1 + 1/n കൺവേർജസ് ടു 1 എന്ന് പറയാം ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. അപ്പൊ ലിമിറ്റ് സുപ്രീമം എന്ന് പറയുന്നത് എന്തായിരിക്കും, 1 ആയിരിക്കും. ഇനി 1 - 1/n കൺവേർജസ് ടു 1 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. ദെർഫോർ ലിമിറ്റ് ഇൻഫിമം എന്ന് പറയുന്നത് എന്തായിരിക്കും ഇവിടെ, അതും 1 ആയിരിക്കും അല്ലെ. അപ്പൊ ലിമിറ്റ് സുപ്രീമവും ലിമിറ്റ് ഇൻഫിമവും 1 ആണ്, ഈക്വൽ ആണ്. അപ്പൊ ഈ ഒരു ഇൻഇക്വാലിറ്റി അവിടെ സാറ്റിസ്ഫൈ ചെയ്യില്ല, അതിനിടയ്ക്ക് ഒരു മൈനസ് ഇട്ട് കഴിഞ്ഞാൽ അത് സാറ്റിസ്ഫൈ ചെയ്യില്ല. അപ്പൊ ഓപ്ഷൻ സി അവിടെ തെറ്റാണ്. ദെൻ ഓപ്ഷൻ ഡിയിൽ പറയുന്നത് an is an enumeration of all rational numbers in -1 1. അങ്ങനെയാണെങ്കിൽ an ഇത് സാറ്റിസ്ഫൈ ചെയ്യോ എന്നാണ് ചോദിക്കുന്നത്. a എന്ന് പറഞ്ഞാൽ എന്യൂമറേഷൻ ആണ്. വാട്ട് ഡു യു മീൻ ബൈ എന്യൂമറേഷൻ? എന്യൂമറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ -1 1 എന്ന് പറയുന്ന സീക്വൻസ്, ആ ഒരു ഇന്റർവെലിനകത്ത് വരുന്ന റാഷണൽ നമ്പേഴ്സിനെ നമ്മൾ കൗണ്ടബിൾ ആയിട്ട് പറയുമല്ലോ. കൗണ്ടബിൾ ആയിട്ട് പറയുമ്പോൾ അത് കൗണ്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന നാച്ചുറൽ നമ്പർ അസോസിയേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എന്യൂമറേഷൻ എന്ന് പറയുന്നത്. കൗണ്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന നാച്ചുറൽ നമ്പർ അസോസിയേഷൻ. ഏറ്റവും എളുപ്പത്തിൽ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻഡിജേഴ്സിന്റെ ആ ഒരു കൗണ്ടിങ് പ്രൊസീജിയർ ഒന്ന് പറയാം. ഇൻഡിജേഴ്സിന്റെ കേസിലാണെങ്കിൽ ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇൻഡിജേഴ്സ് എഴുതുക, -3 -2 -1 0 1 2 3 4 എക്സെട്ര അങ്ങനെ പറയും അല്ലെ. -4 ഒക്കെ എടുക്കും. അപ്പൊ നമ്മൾ ഇതിനെ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നാച്ചുറൽ നമ്പർ അസോസിയേഷൻ കൊടുക്കുന്നത് 0ന്റെ കൂടെ 1, 1ന്റെ കൂടെ 2, ഇതിന്റെ കൂടെ 3, -1 ആണ് 3. എണ്ണാണ് നമ്മളിത്. 0നെ 1 എണ്ണി, ഇതിനെ 1നെ 2, -1നെ 3, ഇതിനെ 4, ഇതിനെ 5, ഇതിനെ 6, ഇതിനെ 7, ഇതിനെ 8, ഇതിനെ 9 എന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങനെ എണ്ണാം. ഓക്കെ, ഇങ്ങനെ എണ്ണി നമുക്ക്
ആ അസോസിയേഷൻ നാച്ചുറൽ നമ്പേഴ്സുമായിട്ട് അസോസിയേഷൻ പറയാം. ഈ എണ്ണുന്ന ഈ സീക്വൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എന്യൂമറേഷൻ എന്ന് പറയുന്നത്. അത് ഇവിടെ -1 എന്ന് പറയുന്ന ഇന്റർവെലിനകത്ത് വരുന്ന റാഷണൽ നമ്പേഴ്സിനെയാണ് നമ്മൾ എന്യൂമറേറ്റ് ചെയ്യുന്നത്. അതിന്റെ എന്യൂമറേഷൻ ആണ് പറയുന്നത്. അപ്പൊ എന്റെ എന്യൂമറേഷൻ എന്ന് പറയുമ്പോൾ ഇതിലിപ്പോ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിനകത്ത് പോസിറ്റീവ് ടേംസ് വരുന്ന സീക്വൻസുകൾ ഉണ്ടാവും. അതായത് 2, 4, 6, 8 എന്ന് പറഞ്ഞൊരു സീക്വൻസ് ഉണ്ടാവും. ദാറ്റ് ഡൈവേർജസ് ടു പോസിറ്റീവ് ഇൻഫിനിറ്റി ആൻഡ് ദിസ് വൺ ഡൈവേർജസ് ടു നെഗറ്റീവ് ഇൻഫിനിറ്റി. ശരിയല്ലേ? അപ്പൊ അതേപോലെ നമ്മുടെ ഇത് പക്ഷെ ബൗണ്ടഡ് ആണ്, ഇത് ഇൻഫിനിറ്റി ആയതുകൊണ്ടാണ് ഇത് ബൗണ്ടഡ് ആണ് -1ന്റെയും 1ന്റെയും ഇടയിൽ. അപ്പോൾ ഇതുകൊണ്ട് പോസിറ്റീവ് എന്യൂമറേഷൻസ്, അതായത് റാഷണൽ നമ്പേഴ്സ് ടുവേർഡ്സ് കൺവേർജിങ് ടുവേർഡ്സ് 1 എന്ന് പറയുന്നതിന് നമുക്ക് ലിമിറ്റ് സുപ്രീമം എഴുതുമ്പോൾ എന്ത് എഴുതാൻ പറ്റും? ലിമിറ്റ് സുപ്രീമം an. ആ എന്യൂമറേഷന്റെ ലിമിറ്റ് സുപ്രീമം എന്ന് പറഞ്ഞാൽ 1 ആണ് വരിക. അതേപോലെ തന്നെ നെഗറ്റീവ് നമ്പർ -1ലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു സീക്വൻസ് എന്യൂമറേഷൻ നമ്മൾ പറയുമ്പോൾ ലിമിറ്റ് ഇൻഫിമം an എന്ന് പറയുന്നത് എന്തായിട്ടും കിട്ടും, നമുക്ക് -1 ആയിട്ടും കിട്ടും. അപ്പോൾ ഈ പറഞ്ഞ ഇൻഇക്വാലിറ്റി അല്ലെങ്കിൽ ഇക്വാലിറ്റി നമുക്ക് അവിടെ യൂസ് ചെയ്യാം. ലിമിറ്റ് സുപ്രീമം is equal to minus of limit infimum എന്ന് പറഞ്ഞ ഇക്വേഷൻ നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാം. Therefore ഏതും കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡിയും ഇവിടെ കറക്റ്റ് ആണ്. അപ്പൊ ഇവിടെ എയും ബിയും ഡിയും കറക്റ്റ് ആണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പൊ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓരോ ക്വസ്റ്റ്യൻസും എടുത്ത് ഇങ്ങനെ അനലൈസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ അതിന്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ വീണ്ടും അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. താങ്ക് യു, ബൈ ബൈ.